ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പാരൻസൊക്കെ വരുമല്ലോ അല്ലേ? ആരും പറയാനൊന്നും മറന്നിട്ടില്ലല്ലോ വീട്ടിൽ? സേറ, ഇപ്രാവശ്യമെങ്കിലും തൻ്റെ അപ്പം വരുമല്ലോ അല്ലേ? എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഇപ്രാവശ്യം വരുമെന്നാ പപ്പ പറഞ്ഞേക്കുന്നത്. എന്തായാലും വരും മിസ്. And now I just wait by the telephone. You ain't coming back and I should've known. And that's why I'm too sad to dance. Oh, da-da-dum, da-da-dum, da-da-dum. ഉറപ്പായിട്ടും പപ്പ വരുമല്ലേ? അല്ലെങ്കിൽ എന്റെ പപ്പനെ പോലെ വാക്ക് വലിക്കാതിരിക്കോ? ഇല്ലില്ല, പപ്പ വരാന്നാ പറഞ്ഞേക്കുന്നത്. വരാന്ന് പറഞ്ഞ ഉറപ്പായിട്ടും വരുമായിരിക്കും. വരണമല്ലോ. വരുമായിരിക്കും പ്രതീക്ഷിക്കാം. എന്റെ പപ്പയ്ക്ക് പിന്നെ നിലത്തേക്കാൻ നേരം ഉണ്ടായിട്ട് വേണ്ടിയാ വരാൻ. അതുപോലെയല്ലോ നിന്റെ അപ്പ. വരുമായിരിക്കും. നിന്റെ പപ്പ വരൂലേ? ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ. വരുമായിരിക്കും. എന്തെങ്കിലും അത്യാവശ്യ കാര്യം വന്നു കാണും. അതാ ഇത്ര നേരമായിട്ടും വരാത്തെ. Excuse me, ma'am. A party, mi casa, su casa. Acá, a party, ayuca, a party. Let's have a party, mi casa, su casa. പാപ്പ വന്നല്ലോ. I'm really sorry. ഞാൻ കുറച്ച് വൈകിപ്പോയി. ഹേയ്, അത് കുഴപ്പമില്ല. ഇവിടെ മീറ്റിംഗ് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. സേറയുടെ ഫാദർ കഴിഞ്ഞ മീറ്റിങ്ങിന് എന്താണ് വരാതിരുന്നത്? ആ ടൈമിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത രണ്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ വരാതിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അപ്പം വന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്രാവശ്യം മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്താ പപ്പ എത്ര വൈകിയേ? ഒഴിവാക്കാൻ പറ്റാത്ത രണ്ടൊന്നും കാര്യങ്ങൾ ഉണ്ടായടാ. അതുകൊണ്ടാ അപ്പ ഇത്ര ലേറ്റ് ആയേ. ഞാൻ വിചാരിച്ചു പപ്പ വരത്തില്ലെന്ന്. ടാ, പപ്പയുടെ കുഞ്ഞിനോട് ഒരു വാക്ക് പറഞ്ഞ അപ്പ ഇതുവരെ പാലിക്കാതിരുന്നിട്ടില്ലല്ലോ. അതൊന്നല്ല, പപ്പ വാക്ക് പറഞ്ഞ വാക്കാണെന്ന് എനിക്കറിയാം. ഹായ് പപ്പ. ഹായ്. ഹായ്, ഞാൻ ഇഷാനി, സേറയുടെ ഫ്രണ്ടാ. ഓ, anyway, nice to meet you. പപ്പനെ കാണാൻ എന്റെ പപ്പനെക്കാട്ടും ഗ്ലാമർ ആയിട്ടുണ്ട്. എന്നാ ഭംഗിയാ പപ്പനെ കാണാൻ. Anyway, thank you. പിന്നെ അവളെ കാണാനും നല്ല ഭംഗിയാ, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. താങ്ക് യു പപ്പ. എന്നാ നിങ്ങൾ സംസാരിച്ചു, ഞാൻ പോവാണേ. ടാറ്റാ, പിന്നെ കാണാം. ബൈ പപ്പ. ഇത് കുഞ്ഞേ, ആ കൊച്ചിനെ ഇങ്ങനെ നോക്കി ദഹിപ്പിക്കാതെ. കുഞ്ഞ്, എന്നാ പപ്പ ഇറങ്ങുവാണേ. രണ്ടുമൂന്നൊരു അത്യാവശ്യമായിട്ട് കാണാനുണ്ട്. നിന്നെ വിളിക്കാൻ ഡ്രൈവർ അങ്കിൾ വന്നോളും. കേട്ടല്ലോ, നൈറ്റ് കാണാവേ. ആ, കുഞ്ഞു വന്നോ? ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയല്ലേ. കുഞ്ഞു ഉറങ്ങിയോ? ഉറങ്ങിയിട്ടില്ലെന്നാ തോന്നുന്നേ. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് ഞാൻ വാലടച്ചിരിക്കുക. ഇതുവരെ ഒന്നും കഴിച്ചിട്ടുമില്ല, പുറത്തേക്ക് വന്നിട്ടുമില്ല. അതെന്താ കാര്യം? അതറിയില്ല കുഞ്ഞെ. എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് വരണ്ടേ. കുഞ്ഞിന്ന് മീറ്റിങ്ങിന് പോയായിരുന്നോ? ആ, ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തായിരുന്നല്ലോ. അവളോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയതും. ആണോ? ഞാൻ വിചാരിച്ചു കുഞ്ഞ് മീറ്റിങ്ങിന് ചെന്നിട്ടുണ്ടാവൂല എന്ന്. അതായിരിക്കും ഈ വാശിന്ന് വിചാരിച്ചു. ഇതിപ്പോ എന്താണ് കാര്യം? എന്തായാലും പോയി ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ആന്റി എന്തായാലും ഭക്ഷണം എടുത്തു വെക്ക. ഞാൻ എന്തായാലും കുഞ്ഞിനെ പോയി വിളിച്ചോണ്ട് വരാം. എന്നാ ശരി കുഞ്ഞ്, പോയി വിളിച്ചിട്ട് വാ. കുഞ്ഞേ, കുഞ്ഞേ, ഒന്ന് വാതിലോർന്നേ. അപ്പയാ, വാലോർക്ക്. എന്ത് കിട്ടും എന്റെ കുഞ്ഞിന്? വാതിലോർന്നേ. എന്ത് പറ്റിയ എന്റെ കൊച്ചിന്? വല്ലാത്തൊരു സങ്കടം. എന്ത് പറ്റിയിട? എന്താ കുഞ്ഞി, അപ്പനെങ്ങനെ നോക്കി പീഡിപ്പിക്കാനല്ല പറഞ്ഞ. എന്താ പ്രശ്നം അത് പറ. എനിക്കൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അപ്പനെന്താ? അപ്പന് വേറെ മക്കളെ കിട്ടിയില്ലേ? എനിക്ക് വേറെ ഓ, അതാണ് അപ്പൊ കാര്യം. ആ, അതെന്നെ കാര്യം. എന്നോടാരും സംസാരിക്കണ്ട. പോയി അവളോട് സംസാരിക്കും. അപ്പന്റെ മോൾ അവളല്ലേ, അപ്പൊ സംസാരിക്കും.
ഇത്ര അസൂയ പാടില്ലാട്ടോ കുഞ്ഞേ. അതെ, എനിക്ക് ഈ കാര്യത്തിൽ നല്ല അസൂയ. എന്റെ കുഞ്ഞെ, നീ ആളെനിക്കൊക്കെ ഒരേപോലെയല്ലേ എന്നും പറഞ്ഞോണ്ട് എന്റെ പപ്പേനെ വേറെ ആരും പപ്പാന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ നിന്റെ ആ ഫ്രണ്ട് ആ പൂച്ചക്കുഞ്ഞ് അവളെന്നെ പപ്പാന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ലേ? പപ്പ അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, എന്നതുപോലെയാണ് മറ്റു. അല്ല, ആ കൊച്ചും അപ്പൊ നിന്റെ ഫ്രണ്ട് അല്ലേ? ഞങ്ങൾ തമ്മിൽ ഒരു ക്ലാസ്സിൽ പഠിക്കേണ്ടതന്നെ ഉള്ളൂ. ഞങ്ങളൊന്നും അങ്ങാടികളൊന്നും മിണ്ടാറൊന്നുമില്ല. പപ്പയ്ക്കറിയോ എന്നെ ജാടി എന്നവക്ക്. എന്റെ പൂച്ചക്കുഞ്ഞിനൊന്നും ഒരു വിലയില്ല. പൂച്ചക്കുഞ്ഞിനോട് മിണ്ടവും കൂടെ ഇല്ല, അറിയാവോ? അങ്ങനെയുള്ള ആളുകളോട് ഞാൻ എന്നാത്തിനാ മിണ്ടുന്ന പപ്പ? എന്റെ വലിയ കർത്താവേ, നിന്റെ അമ്മച്ചിയുടെ അതേ സ്വഭാവം തന്നെ ഉരിച്ച് വെച്ചേക്കാണല്ലോ. ആ, നിന്റെ അമ്മച്ചിക്കും അതായിരുന്നു. എന്നെ ആരെങ്കിലും ചെയ്യാന്ന് വിളിച്ചു കഴിഞ്ഞാ അപ്പൊ അവള് വാലും പരിചയമായിട്ട് ഇറങ്ങുമായിരുന്നു. ആഹാ, എന്നാ ഒരു ചിരിയാ. എന്റെ പപ്പനെ എനിക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഒന്നും വിളിക്കാതെ മാറാണെന്ന് എനിക്ക് ഇഷ്ടമല്ല പപ്പ. അതുകൊണ്ടോ എനിക്ക് അവളെ ഇഷ്ടമല്ല. ആ, സമ്മതിച്ചു എന്റെ കുഞ്ഞി. എനിക്കിഷ്ടമില്ലാത്ത ആൾക്കാര് ഇനി എന്നെ ഒന്നും വിളിക്കാൻ ഞാൻ സമ്മതിക്കൂല. കഴിഞ്ഞില്ലേ കാര്യം? നീ വന്ന് വല്ലതും കഴിക്കും. വന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. പപ്പി ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. പിന്നെ ആന്റി അമ്മക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളതാ. നീ കഴിക്കാത്തോണ്ട് ആ പാവം ഒന്നും കഴിച്ചിട്ടില്ല. വാ, വല്ലതും കഴിക്കും. ഇനി എന്താ കുഞ്ഞി, വാ. പാപ്പ എന്റെ മാത്രം ഞാൻ ആർക്കും ഞാൻ വിട്ടു കൊടുക്കൂല. അതിപ്പോ ആരൊക്കെ വന്നാലും എനിക്ക് പപ്പേനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് വേറെ ആരും പപ്പേനെ അങ്ങനെ സ്നേഹിക്കുന്നൊന്നും ഇഷ്ടമല്ലാത്തോണ്ടാ. അയ്യേ, എന്റെ കുടുംബത്തിപ്പാറ് കരയുവാണോ? പപ്പക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ കുഞ്ഞിനെയല്ലേ? ഈ കുശുമ്പും കുരുത്തക്കേടും ഒക്കെ കാണാനല്ലേ പപ്പക്ക് ഇഷ്ടം? പപ്പ ഈ ലോകത്ത് ഒറ്റപ്പെട്ടെന്ന് തോന്നുന്ന സമയത്ത് കർത്താവായിട്ട് എനിക്ക് കൊണ്ടുതന്നതാണ് നിന്നെ. ഈ ലോകത്ത് ആരെക്കാളും എനിക്ക് നിന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്റെ കുഞ്ഞിനല്ലാതെ വേറെ ആരും പപ്പയ്ക്ക് ഇഷ്ടമല്ല. നീ എന്റെ ലിറ്റിൽ പ്രിൻസസ് അല്ലേടി? ഹാപ്പി ബർത്ത്ഡേ ടു യു പപ്പി മച്ചി. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, ഒരു CRയിൽ നിന്ന് തുടങ്ങിയൊരു ബന്ധം അത് പിന്നെ വളർന്ന് CRയിൽ നിന്നും വളർന്ന് ഒരു റിയൽ ലൈഫിലേക്ക് ഞാൻ അവളുടെ അപ്പനായി. അതെങ്ങനെയായി എന്നൊന്നും എനിക്കറിയില്ല. അവളുടെ റിയൽ ലൈഫ് അപ്പനായിട്ട് തന്നെ അവളെന്നെ തിരഞ്ഞെടുത്തു. അതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് എനിക്ക് നീ ഒരു മകളെ തന്നെയാണ്. ഇപ്പോഴും നീ എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഹാപ്പി ആയിട്ടിരിക്കുക. And happy birthday to you, my little princess. I love you so much.